നമസ്കാരം. കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഏറ്റുമാനൂർ മീനച്ചിലാറ്റിൽ ചാടി ആത്മഹത്യ ചെയ്ത ജിസ്മോളും ജിസ്മോളുടെ 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെയും കേസ് കോടതിയിൽ വന്നിരിക്കുന്നു. ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന സംശയം വീണ്ടും ജനങ്ങളുടെ ഇടയിൽ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ കോടതിയിൽ ഈ കേസ് എത്തിയതും. അത് ഒരു ജാമ്യത്തിനായിട്ട് ജിമ്മിയും പിതാവ് ജോസഫും അപേക്ഷ സമർപ്പിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ആ അപേക്ഷ ജില്ലാ കോടതി തള്ളുകയായിരുന്നു. ഞങ്ങൾ നേരത്തെ പുറത്തുവിട്ടതുപോലെ തന്നെ ജിസ്മോളും ജിമ്മിയുടെ സഹോദരി ദീപ ജോസഫ് എന്ന് പറയുന്ന UK-യിലുള്ള ആളുമായി പലപ്പോഴും ഫോണിൽ വഴക്കുകൾ നടക്കാറുണ്ടായിരുന്നു. കാരണം ജിസ്മോളെ എങ്ങനെ നിലയ്ക്ക് നിർത്തണം എന്നതിനെ സംബന്ധിച്ച് ജിമ്മിക്ക് ക്ലാസ് കൊടുക്കുന്ന പരിപാടിയായിരുന്നു ഈ ദീപ ജോസഫിന് ഉണ്ടായിരുന്നത്. ഓരോ ഫോൺ കോൾ വന്നതിന് ശേഷവും ജിമ്മി നിരന്തരം മർദ്ദിക്കുന്ന രീതിയായപ്പോൾ ദീപ ജോസഫിനെ വിളിച്ച് ജിസ്മോൾ തന്നെ പറഞ്ഞു, എന്തിനാണ് ഞങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുന്നത്? നിങ്ങൾക്കൊരു കുടുംബം അവിടെ ഇല്ലേ? നിങ്ങൾ അവിടുത്തെ കാര്യം നോക്കിയാൽ പോരെ, ഞങ്ങളുടെ കുടുംബത്തിലെ കാര്യത്തിന് എന്താണ് നിങ്ങൾ ഇടപെടുന്നത് എന്ന് ചോദിക്കുകയും ഇനിയെങ്കിലും ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം എന്ന് അപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജിസ്മോൾ പറയുകയും ചെയ്തു. അതിനുശേഷവും ഇവർ ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നപ്പോൾ അത് ജിസ്മോൾ ഡയറക്റ്റ് UK-യിലുള്ള ഭർത്താവിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇവൾ കടന്നു വരികയാണ്, ഒന്ന് ഉപദേശിക്കണേ ചേട്ടാ ഒന്ന് പറയുകയുണ്ടായി. ദീപ ജോസഫിൻ്റെ ഭർത്താവ് നേരെ ജോസഫിനെ വിളിച്ച്, അതായത് ജിമ്മിയുടെ അച്ഛനെ വിളിച്ചിട്ട് ഇങ്ങനെ അവൾ പറഞ്ഞു, എന്താണ് കാരണം, ഒന്ന് തിരക്കണം എന്ന്, അതിനെക്കുറിച്ച് അന്വേഷിക്കണം, അത് ശരിയല്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അതിനുശേഷമാണ് ഈ പ്രശ്നങ്ങൾ അവിടെ ഉടലെടുക്കുന്നത്. അതിനുശേഷം ഈ പിതാവിനെ വിളിച്ച് ദീപ ജോസഫ് വളരെയധികം ആക്രോശത്തോടെ സംസാരിച്ചു. അവളെ കെട്ടഴിച്ചു വിട്ടിരിക്കുകയാണ്, അവളെ നിലയ്ക്ക് നിർത്തുന്നില്ല എന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടാവുകയും അതിനുശേഷം ഇദ്ദേഹം UK-യിലേക്ക് വിളിച്ചിട്ട് ദീപ ജോസഫിനോട് പറയുന്ന ഭാഗമാണ് കോടതിയിൽ വന്നിരിക്കുന്നത്. ദീപ ജോസഫിനോട് അച്ഛൻ പറയുകയാണ്, ഇന്നിവിടെ ഒരു ആത്മഹത്യ നടക്കും, കാരണം ഞാൻ അവൾക്ക് നല്ലതായിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന്. ഒരു യുവതിക്ക് നിലയും വിലയുമുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ള പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയിട്ടിരുന്ന ജനങ്ങളൊക്കെ ബഹുമാനിക്കുന്ന പൊസിഷനിൽ നിൽക്കുന്ന ആ സ്ത്രീയോട് എത്രമാത്രം ഒരു സ്ത്രീത്വത്തെ അപമാനിക്കാമോ അത്രമാത്രം അപമാനിച്ചു എന്നതിൻ്റെ ഉള്ള ഉറപ്പ് തന്നെയല്ലേ മകൾക്ക് ജോസഫ് കൊടുത്തത്. ഇന്നൊരു ആത്മഹത്യ ഇവിടെ നടക്കും എന്ന് പറയുമ്പോൾ ഒരു പെണ്ണിനോട് സംസാരിക്കാവുന്നതിൻ്റെ പരിധി വിട്ട് സംസാരിച്ചിരിക്കുന്നു ഞാൻ എന്ന് പറഞ്ഞ് മോളെ സമാധാനിപ്പിക്കുന്ന ഈ സംഭാഷണമാണ് കോടതിയിൽ ഇവർക്ക് ജാമ്യം കിട്ടാൻ എതിരായി നിന്നത്. 4ാം പ്രതിയായിട്ടാണ് ദീപ ജോസഫ് ഉള്ളത്. ബീന എന്ന് പറയുന്ന ജിമ്മിയുടെ മാതാവും ജിമ്മിയുടെ പിതാവും ദീപ ജോസഫും എല്ലാം ചേർന്ന് അച്ഛനും അമ്മയും പറയുന്നതും ഒക്കെ വേദവാക്യമായി കരുതിക്കൊണ്ട് നടന്ന ഒരു യുവാവിൻ്റെ ജീവിതം ഉടച്ചു എന്ന് വേണം പറയാൻ. കാരണം ഓരോ പ്രാവശ്യവും ദീപ ജോസഫ് നേരിട്ടിടപെട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. 7 മാസം പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഗ്യാസ് കത്തിച്ചു. അവിടെ സാധാരണ വിറകടുപ്പാണ്, വിറകുണ്ട് ധാരാളം ഉള്ളത് കൊണ്ട് വിറകാണ് ഉപയോഗിക്കുന്നത്, വല്ലപ്പോഴും മാത്രമാണ് ഗ്യാസ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ആ ഗ്യാസ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് വളരെ വഴക്കുണ്ടാക്കി. അതിനുശേഷം 7 മാസം ഗർഭിണിയായ ഈ ജിസ്മോളെ റൂഫിൻ്റെ മുകളിൽ വിട്ട് സ്റ്റെപ്പ് കയറ്റി വിട്ട് അവിടെ നിന്നും വിറകടുപ്പിച്ചുകൊണ്ട് വന്ന് ഇവർ 2 പേരും റൗഡിസത്തോടു കൂടി തന്നെ വെള്ളം തിളപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇത്തരം ക്രൂരതകളൊക്കെ സഹിച്ചുകൊണ്ടാണ് ഈ പെൺകുട്ടി ഇത്രയും നാൾ ജീവിച്ചത്. അതിലൊക്കെ ഉപരിയായി ഇപ്പോഴും ഒരു സ്വാതന്ത്ര്യ വാക്ക് പറഞ്ഞുകൊണ്ടിരുന്ന ആളായിരുന്നു ജോസഫ്. എപ്പോഴും ഒരു സമാധാനമുള്ളത്. അദ്ദേഹം കൂടി ഇവൾക്കെതിരെ തിരിയുകയും ഇത്ര ശക്തമായി പറയുകയും ചെയ്തതോടുകൂടി ഇനിയും തനിക്ക് ഇവിടെ നിലനിൽപ്പില്ല എന്ന് അവൾ സ്വയം ബോധ്യപ്പെട്ടതാണ് എന്നാണ് കോടതി ഇപ്പം കരുതുന്നത്. എന്തായാലും ജനങ്ങളുടെ ഇടയിൽ ഇപ്പോഴും, ഞാൻ ഈ പറയുമ്പോഴൊക്കെ ജനങ്ങളുടെ ഇടയിൽ ഇപ്പോഴും ഇത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ള കാര്യങ്ങൾ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്ത് കാരണം കൊണ്ട് തന്നെ ആയാലും ഒരാൾക്ക് സഹിക്കാവുന്നതിൽ കഴിഞ്ഞ പീഡനം അവർക്ക് സഹിക്കേണ്ടി വന്നു എന്നുള്ളത് ജോസഫിൻ്റെ മകൾക്ക് കൊടുത്ത ഫോൺ സന്ദേശത്തിൽ കൃത്യമാണ്. ഏതായാലും ഇപ്പോൾ ജാമ്യം കോടതി നിഷേധിച്ചിരിക്കുകയാണ്. മുൻകൂർ ജാമ്യത്തിനായിട്ട് ബീന ടീച്ചർ, അതായത് ജിമ്മിയുടെ മാതാവ്, അപേക്ഷ സമർപ്പിച്ചിരുന്നു. അതാണ് ഏതായാലും ഇപ്പോൾ ജാമ്യം കോടതി നിഷേധിച്ചിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.